താങ്കൾ ഇപ്പോൾ വന്ന് നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, അവ പാർട്ടി വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു ശരിയായ പരിശോധനയ്ക്ക് തയ്യാറാവും, നടപടിയിലേക്ക് പോകുമെന്നാണോ താങ്കൾ ശരിക്കും വിചാരിക്കുന്നത്? അതോ പാർട്ടി അതിൻ്റെ പ്രതികാരഭാവം കാണിക്കും എന്നാണോ? അങ്ങനെയല്ല. പാർട്ടിക്കകത്ത് കഴിഞ്ഞ 3-4 വർഷമായി ഉന്നയിച്ച പ്രശ്നം, അപ്പം അതിന് പരിഹാരം കാണാതിരിക്കുമ്പോൾ ജനങ്ങളോട് പറയുക എന്ന നിലപാടാണ് ഞാൻ സ്വീകരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം 2026 തെരഞ്ഞെടുപ്പിന് ശേഷം സ്വാഭാവികമായും ഉന്നയിക്കാൻ കഴിയില്ല. അത് 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞേ തീരൂ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ആ വിഷയം ഈ നിലയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുള്ളത്. ഓക്കെ, അത് സന്നദ്ധമായിരിക്കുന്നു. താങ്കൾ പൊതുവിടത്തിൽ വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. പാർട്ടി അതിനെ എങ്ങനെയാണ് സമീപിക്കുന്നതാണ് എൻ്റെ ചോദ്യം. പാർട്ടി ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണല്ലോ, പരിശോധിക്കണമല്ലോ എന്നാണോ, പോസിറ്റീവായിട്ടാണോ കാണുന്നത്? അതോ താങ്കളെ തള്ളുകയാണോ? ഇപ്പോൾ അവിടെ താങ്കൾക്കെതിരെ വലിയ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അതല്ല എന്നുള്ളത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ അനുഭവം എൻ്റെ മുമ്പിലുണ്ടല്ലോ. പോസിറ്റീവായിട്ടല്ല കൈകാര്യം ചെയ്യുന്നത് എന്ന അനുഭവം എൻ്റെ മുമ്പിലുള്ളതാണ്. അല്ല, എന്തുകൊണ്ടാണ് താങ്കൾ ഉന്നയിച്ച, അകത്ത് പലകുറി ഉന്നയിച്ച ഈ പ്രശ്നം പരിഗണിക്കപ്പെടാത്തത്? അതൊരു രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നാൽ പാർട്ടിക്കുണ്ടാവുന്ന പ്രതിച്ഛായ നഷ്ടം, വിശ്വാസ നഷ്ടം പോലുള്ള കാര്യങ്ങളാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ അതിൻ്റെ റീസൺ? ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തത്. ഈ 3 വിഷയത്തിലും കണക്ക് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ കുറ്റക്കാരാരൊക്കെയാണോ അവർക്കെതിരെ പാർട്ടി നേതൃത്വമാണ് നടപടി സ്വീകരിക്കേണ്ടത്. അപ്പം അത്തരമൊരു നടപടി സ്വീകരിക്കാൻ നേതൃത്വം സന്നദ്ധമാകുന്നില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവം. അതെന്തുകൊണ്ടാണ് എന്നത് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. നേതൃത്വമാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ നേതൃത്വം അങ്ങനെ ഒരു ധനാപഹരണവും നടന്നിട്ടില്ല, ഒരു പൈസ പോലും പാർട്ടിയുടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വിശദീകരണമാണ് അന്നും നൽകിയിട്ടുള്ളത്, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അച്ചടിച്ച റെസീറ്റ് പൂർണ്ണമായും തിരിച്ചു വരാതെ എങ്ങനെയാണ് ഒരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരാൾക്ക് പറയാൻ സാധിക്കുന്നത്? ആ തിരിച്ചു വരാത്ത റെസീറ്റ് മുറിച്ചിട്ടുണ്ടോ എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? അപ്പോൾ ആ റെസീറ്റ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേതൃത്വം ശരിയായ രീതിയിലല്ല കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നതാണ് എൻ്റെ ആക്ഷേപം. ഈ നിലയിൽ കൃത്രിമം നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് ഈ കാലമത്രയും ഞാൻ ഉന്നയിച്ച ചോദ്യവും. ഓക്കെ, ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന വീണ്ടും പാർട്ടിക്കകത്ത് വേണമെങ്കിൽ അകത്തുണ്ടായ പ്രശ്നമാണല്ലോ, ആ പ്രശ്നം പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയുമായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് താങ്കൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് ഇടപെടാൻ തീരുമാനിച്ചാൽ, നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും പ്രതിച്ഛായ നഷ്ടവുമാണോ പാർട്ടിയെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം? അതോ ഈ നേതാക്കളുടെ എല്ലാം ഒരു നെക്സസ് അതിനകത്ത് പ്രവർത്തിക്കുന്നതാണോ ഈ നടപടിക്ക് തടസ്സം? അല്ല, ഇത് പാർട്ടിക്കുള്ളിൽ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പാർട്ടിക്കെതിരായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവമതിപ്പ് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അത് പറയാൻ സന്നദ്ധമാകുന്നില്ല. ഇത് പുറത്തു വന്നപ്പോഴാണ് പാർട്ടിക്ക് അപകീർത്തികരമായ രീതിയിലേക്കുള്ള ചർച്ചകളും പ്രചരണങ്ങളും പുറമേ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് പുറത്തു വരാൻ ഇടയായത് പാർട്ടി നേതൃത്വത്തിൻ്റെ ഇത്തരം നിലപാടുകളാണ് എന്നതാണ് അത് സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ താങ്കൾ പറയുന്നത്, ഇനി 2 മാസം തികച്ചില്ല ഒരു അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇതുവരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയം ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 2021 തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ വിഷയം 2026 തെരഞ്ഞെടുപ്പിന് മുമ്പും പരിഹരിക്കുന്നില്ലെങ്കിൽ
2026 തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഉന്നയിക്കാൻ കഴിയില്ല. അപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉന്നയിക്കാൻ കഴിയൂ. അപ്പം അതുകൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കണം എന്ന് തീരുമാനിച്ചത്. ഈ കാലം അത്രയും പാർട്ടിക്കകത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടപെടൽ നടത്തിയിട്ടും ഒരു പരിഹാരം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ അത് തുറന്ന് പറയേണ്ടി വന്നത് എന്നതാണ് അത് സംബന്ധിച്ച്